നമസ്കാരം, BK ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഏറ്റവും വലിയൊരു വിമാന ദുരന്തം നടന്നിരിക്കുകയാണ്. വളരെ വിഷമകരമായ വാർത്തകളാണ്, ഹൃദയഭേദകമാണ്. രാജ്യം കണ്ട ഏറ്റവും വലിയ വിമാന ദുരന്തത്തിന് നമ്മളെല്ലാവരും സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. 242 പേരുമായി പറന്നുയർന്ന വിമാനം വിത്തിൻ സെക്കൻഡുകൾ, നിമിഷ നേരങ്ങൾക്കുള്ളിൽ, അതായത് നമ്മളെ കണ്ണടച്ച് തുറക്കുന്ന സമയങ്ങൾക്കുള്ളിലാണ് ഈ അപകടങ്ങളെല്ലാം സംഭവിച്ചിരിക്കുന്നത്. വിമാനം പറന്നു വരികയും താഴോട്ട് പോവുകയും മറ്റൊരു ബിൽഡിങ്ങിൽ ഇടിച്ച് സെക്കൻഡുകൾക്കുള്ളിൽ ആ വിമാനം കത്തി അമരുന്ന കാഴ്ചകളാണ് നമ്മളെല്ലാവരും കണ്ടത്. 242 യാത്രക്കാരിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചു എന്ന വാർത്തയാണ് നമുക്കൊടുവിൽ അറിയാൻ കഴിഞ്ഞത്. ആ ഒരാൾ എങ്ങനെ രക്ഷപ്പെട്ടു എന്നത് ഇപ്പോഴും ആലോചിച്ചിട്ട് പിടികിട്ടാത്തൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയൊരു ഭാഗ്യവാൻ ആരെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ആ വ്യക്തിയായിരിക്കാം. കാര്യം 241 പേരും കത്തി അമരുമ്പോഴും ആ ഒരു വ്യക്തി എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ളത് ആലോചിച്ച് പിടിയിട്ടില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് പറഞ്ഞാൽ, വിശ്വസിക്കാൻ പറ്റുന്നില്ല. എനിക്ക് പിന്നെ വേറൊരു കാര്യം അറിയാനുള്ളതെന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഒരുപാട് വിമാന ദുരന്തങ്ങൾ ഇതിനു മുന്നേ നടന്നിട്ടുണ്ട്. പക്ഷേ ഈ വിമാന ദുരന്തങ്ങളിൽ ഞാൻ കേട്ടെടുത്തോളം, മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ വിമാനങ്ങൾ അപകടപ്പെടുന്നത് നമ്മുടെ എയർ ഇന്ത്യയുടെ അല്ലെങ്കിൽ എയർലൈൻസിൻ്റെ, നമ്മുടെ ഇന്ത്യയുടെ വിമാനങ്ങളാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങളിൽ പെടുന്നതെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഞാനിതുവരെ ഫ്ലൈറ്റിനകത്തൊന്നും കയറിയിട്ടില്ല, അതിനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല, ഫ്ലൈറ്റ് യാത്രയെക്കുറിച്ചൊന്നും അറിയത്തില്ല. പക്ഷെ അത്തരം ഈ എയർ ഇന്ത്യയുടെ എയർലൈൻസിൻ്റെ പോലത്തെ ഫ്ലൈറ്റുകൾ യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഒരുപക്ഷെ മനസ്സിലാവുമായിരിക്കും അതിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതിനകത്തുള്ള ഫെസിലിറ്റീസൊക്കെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ, കാര്യങ്ങളൊക്കെ അതിനകത്ത് യാത്ര ചെയ്തിട്ടുള്ളവർക്ക് ഒരുപക്ഷെ മനസ്സിലാവുമായിരിക്കും. എനിക്ക് തോന്നുന്നു ഇനി ഇങ്ങനെയുള്ള ഫ്ലൈറ്റുകളൊക്കെ വേറെ സെക്കൻഡൊക്കെ മേടിക്കും, നമ്മളിവിടെ നിന്ന് സാധാരണ വണ്ടികളൊക്കെ മേടിക്കുന്നത് പോലെ സെക്കൻഡ് ഫ്ലൈറ്റുകളൊക്കെ മേടിക്കുന്നതാണോ, അതോ ഈ കാലപ്പഴക്കം വരുന്നത് കൊണ്ടാണോ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ഇന്ത്യയുടെ വിമാനങ്ങൾ ഏറ്റവും കൂടുതൽ അപകടപ്പെടുന്നതാണെന്ന് എനിക്കറിയത്തില്ല. എന്താണ് സംഭവം എന്നറിയത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതലും അപകടങ്ങൾ നടക്കുന്നത് ഇന്ത്യയുടെ വിമാനങ്ങളാണ്. എന്തായാലും വളരെയധികം വിഷമകരമായ വാർത്തകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ മരിച്ച കുടുംബാംഗങ്ങൾക്കൊപ്പമാണ് നമ്മളെല്ലാവരും, രാജ്യത്തിലെ എല്ലാ പൗരന്മാരും ആ വിഷമത്തിൽ പങ്കുചേരുകയാണ്. എന്തായാലും ഇനി ഇങ്ങനൊരു ദുരന്തം നമ്മളെ തേടിയെത്താതിരിക്കട്ടെ. ഒരുപാട് സ്വപ്നങ്ങളുമായി പറന്നുയർന്ന ആൾക്കാരാണ് ഒറ്റ നിമിഷം കൊണ്ട് എരിഞ്ഞമർന്നത്.